താമിർ ജിഫ്രി ഉൾപ്പെടെ 12 പേരെയാണ് ചേളാരി ആലുങ്ങലിലെ വാടക ക്വാർട്ടേഴ്സിൽ നിന്നും പോലീസ് സംഘം കസ്റ്റഡിയിലെടുത്തു എന്ന വിവരമാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത്. ഈ ഒരു ഘട്ടത്തിൽ താമിർ ജിഫ്രിയോടൊപ്പം ഉണ്ടായിരുന്ന വ്യക്തി അദ്ദേഹം നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ആ 12 പേരിൽ 5 പേരെ, താമിർ ജിഫ്രി ഉൾപ്പെടെ 5 പേരെ പോലീസ് കസ്റ്റഡി രേഖപ്പെടുത്തിയതിനു ശേഷം പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റുന്നു. തുടർന്ന് 7 പേരെ വിട്ടയച്ചു എന്നാണ് അന്വേഷണ സംഘത്തിന് ഇപ്പോൾ വിവരം ലഭിച്ചിരിക്കുന്നത്. ആ ഒരു 7 പേരിൽപ്പെട്ട ഒരു വ്യക്തിയാണ് നമ്മളോടൊപ്പം ചേരുന്നത്. അദ്ദേഹം ഇത്തരത്തിൽ താമിർ ജിഫ്രിയെ മർദ്ദിക്കുന്നതുൾപ്പെടെ നേരിട്ട് കണ്ട ദൃക്സാക്ഷിയാണെന്നും പറയപ്പെടുന്നുണ്ട്. എന്തായാലും അദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാം, എന്താണ് അന്ന് ചേളാരി ആലിങ്ങലിലെ വാടക ക്വാർട്ടേഴ്സിൽ സംഭവിച്ചത്? അവിടെ ചേളാരിയിൽ അവിടെ റൂമിൽ ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ റൂമിലേക്ക് ചെന്നതായിരുന്നു. അത് ഞാനൊരു എൻ്റെ ഒരു സുഹൃത്തിനെ കാണേണ്ട ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് അവിടെ വന്ന സമയത്ത് കണ്ട കാഴ്ച എന്താണെന്ന് വെച്ചാൽ, ഒരു 5:30 മണിയായപ്പോഴത്തേക്ക് അവർ ഒരു റൂമിലേക്ക് ഒരു സംഘം 4 പേര് അടങ്ങുന്ന ഒരു സംഘം വന്നിട്ട് പെട്ടെന്ന് വാതിലിൽ മുട്ടുന്നു. അവർ കയറുന്നു. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ റൂമിൻ്റെ ആളെ കയറി അടിക്കുന്ന, മുഖത്തും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അടിച്ച് എന്ത് ചെയ്യുന്ന കുറച്ച് കഴിഞ്ഞ് ഏതൊരു മഹറൂഫിനെ ചോദിക്കുന്നു. അതിൻ്റെ ശേഷം ഇവരെന്ത് ചെയ്യുന്ന അവിടുന്ന് കുറച്ചൊരു 1-2 മണിക്കൂറുകൾക്ക് ശേഷം മുകളിലെ റൂമിലേക്ക് കൊണ്ടുവന്ന് അതിനുശേഷം എന്ത് ചെയ്യുന്ന അവിടുന്ന് എല്ലാവരെയും കൂട്ടിയിട്ട് ഒരു 10-12ഓളം ആളുകളെ 3 കാറുകളിലായിട്ട് താന്നൂർ ഭാഗത്തേക്ക് അവർ പോലീസ് സ്റ്റേഷനിലേക്കൊന്നും അല്ല, നിങ്ങളെ കുറച്ച് കാര്യങ്ങൾ വെരിഫിക്കേഷൻ എന്തൊക്കെ സംസാരിക്കാൻ എന്തൊക്കെ ചോദിക്കാണ്ടെന്ന് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത് അവർ ഇവിടത്തേക്ക് കൊണ്ടുവന്ന് താന്നൂരിലേക്ക് കൊണ്ടുവന്ന്. താന്നൂരിൽ അവിടെ കൊണ്ടുപോയതിന് ശേഷം ആ 12 പേരെ ഒരു സ്ഥലത്ത് ഇരുത്തിയിട്ട് അവിടുന്ന് എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്, പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളത് ഈ താമിർ ജിഫ്രി എന്ന് പറയുന്ന വ്യക്തിയെ പിടിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കാലിൻ്റെ അടിയിൽ ചൂരൽ വെച്ച് അടിക്കുന്നുണ്ട്. അതിനുശേഷം അതിനെ ഇടയ്ക്കിടയ്ക്ക് അരമണിക്കൂർ ഇടവിട്ടിട്ട് ഇവനെ കൊണ്ടുപോയി പുറത്തു കൊണ്ടുപോയിട്ട് അടിച്ച് നല്ല അവശനായ നിലയിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട് കൊണ്ടെത്തിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന 12 ആളുകളിൽ നിന്ന് പല ആളുകളും പറഞ്ഞു, സാറേ അവൻ്റെ നില വഷളായിക്കൊണ്ടിരിക്കുകയാണ്, അവനിങ്ങനെ ലഹരി ഇങ്ങനെ അഡിക്റ്റായിട്ട് ഇങ്ങനെ ഒന്നും കാണിക്കുന്ന ആളല്ല, അതുകൊണ്ട് ഹോസ്പിറ്റലിൽ എത്തിക്കണം എന്നൊക്കെ സഹായം അഭ്യർത്ഥിക്കുമ്പോൾ അവരെയും അടിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മളൊക്കെ അവിടെ കാണാൻ സാധിച്ചത്. അല്ലാതെ അവിടെ എന്താ വെച്ചാൽ ഒരു വ്യക്തിഹത്യയാണ് ശരിക്കും നടന്നത്, ഒരു പോലീസിൻ്റെ ഒരു നരഹത്യ എന്ന് പറയാം. അതായത് വളരെ ക്രൂരമായിട്ടുള്ള ഒരു സംഭവങ്ങളെ കാണാൻ പറ്റും നമുക്ക്. നിങ്ങൾ ഉൾപ്പെടുന്ന 12 പേരിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ലഹരി പദാർത്ഥം ഈ സംഘത്തിന് ലഭിച്ചിരുന്നോ? ഒരാളെ കയ്യിൽ നിന്നും ഒരു സാധനം പോലും പിടിക്കുന്നതോ കാണുന്നതോ നമ്മൾ ആരും കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് അത്ര ധൈര്യത്തിൽ അവർ വെരിഫിക്കേഷനാണ്, അവർക്ക് എന്തോ കാര്യങ്ങൾ ചോദിച്ചറിയാനാന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് എല്ലാവരും അവരെ കൂടെ പോയി സഹകരിച്ച് പോയതും. പക്ഷേ അവരുടെ കയ്യിൽ നിന്ന് ആരുടെ കയ്യിൽ നിന്നും സാധനം കിട്ടിയില്ലെന്ന് 100% നമുക്ക് എവിടെയും പറയാൻ പറ്റും. ഏത് സമയത്താണ് നിങ്ങളെ പറഞ്ഞു വിട്ടത്? അത് കഴിഞ്ഞ് ഒരു രാത്രി 9 മണിക്ക് താന്നൂർ എത്തി. അത് ശേഷം എന്ത് ചെയ്യാണ്, ഒരു 6 മണിയോടുകൂടെ അവർ എന്ത് ചെയ്യാണ്, ഇതിൽ നിന്ന് ഒരു 5 പേരെ അവർ ഒരു 1 മണി 1:30 5 ആളെ മാറ്റി. അതിനുശേഷം ഒരു 6 മണിക്ക് അവരെന്ത് ചെയ്തു, ഒരു 7 ആളുകളെ ഒരു കാറിൽ തിരിച്ച് നിങ്ങൾ നാട്ടിലേക്ക് പോക്കോ, ഇനി എന്ത് ചെയ്യരുത്, ഇനിയുള്ള ഇങ്ങനെയുള്ള കൂട്ടുകെട്ടുകളൊന്നും പാടില്ല എന്നുള്ളവർക്ക് തിരിച്ചയക്കുകയാണ് ചെയ്തത്. ഈ 9 മണിക്ക് ശേഷം നിങ്ങൾ താമിർ ജിഫ്രിയെ കണ്ടിട്ടില്ല അല്ലേ? അല്ല, 1:30 മണി വരെ കണ്ടിട്ടുണ്ട്. 9 മണിക്ക് മുതൽ 1:30 വരെ എല്ലാവരും ഒരു 12 ആൾ ഒരു റൂമിൽ തന്നെ ആയിരുന്നു. അതിനുശേഷം 1:30 മണിക്ക് ശേഷം, രാത്രി 1:30 മണിക്ക് ശേഷം താമിർ ജിഫ്രി അടക്കമുള്ള ഒരു 4-5 പേരെ എന്ത് ചെയ്തിട്ടുണ്ട്, വേറൊരു റൂമിലേക്കാന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ബാക്കിയുള്ള 7 ആളുകൾ ആ റൂമിലുണ്ടായിരുന്നു. ഈ 7 ആളുകളെ ബാക്കി വരുന്ന ഈ 7 ആളുകളെ 6 മണിക്ക് ശേഷം എന്ത് ചെയ്യണം, അവരെ നിങ്ങൾ വീട്ടിലേക്ക് പൊക്കോന്ന് പറഞ്ഞിട്ട് പിരിച്ചുവിടുക ചെയ്തത്. ഈ ഒരു സംഭവത്തിൽ എന്താണ് യഥാർത്ഥത്തിൽ ഉണ്ടായത്, എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്? സത്യത്തിൽ നമുക്ക് ആ തുടക്കം മുതൽ വൈകുന്നേരം 5 മണി തൊട്ട് അന്ന് രാവിലെ പുലർച്ചെ 6:30 വരെ നടന്ന സംഭവം എന്താണെന്നുള്ളത് ഇപ്പോഴും ആർക്കും ഞങ്ങളെ കൂട്ടത്തിലുള്ള ആർക്കും തന്നെ ഒന്നും മനസ്സിലാവാത്ത രീതിയിലാണ്. അതായത് ശരിക്കും എന്തോ ഒരു കരുതിക്കൂട്ടിയില്ലെങ്കിൽ മുൻകൂട്ടി പ്ലാൻ ചെയ്ത പോലെ എന്തോ ഒരു സംഭവമാണ് നടന്നത്. നിങ്ങളുടെ കൺമുമ്പിലിട്ട് ഉൾപ്പെടെ താമിർ ജിഫ്രി മർദ്ദിക്കപ്പെട്ടിരുന്നു അല്ലേ? തീർച്ചയായിട്ടും, അതിൽ യാതൊരു സംശയമില്ല. കാലിൻ്റെ അടിഭാഗത്തൊക്കെ ആയിട്ട് അടിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ബാത്റൂമിലേക്ക് കൊണ്ടുപോയി. അതിന് ശേഷം ബാത്റൂമിൽ നിന്ന് ഇയാളെ നല്ല വിയർത്ത്, നല്ല കയ്യും കാലിട്ട് വിറച്ച് കുഴഞ്ഞ് വീഴുന്ന ഒരു അവസ്ഥ വരെ അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. കുഴഞ്ഞ് വീണുകയും ചെയ്തിരുന്നു ഞങ്ങളെ മുന്നിൽ തന്നെ. പിന്നെ അയാൾ എന്ത് ചെയ്തിട്ടുണ്ട്, പുറത്തേക്ക് കാറ്റ് കൊള്ളിക്കാനെന്ന് പറഞ്ഞിട്ട് ഇടയ്ക്ക് പുറത്തേക്ക് കൊണ്ടുപോകുന്നത്. 1/2 മണിക്കൂർ കഴിഞ്ഞ് പിന്നെയും കൊണ്ടുവരും. പിന്നെ 1 മണിക്കൂർ അങ്ങനെ ഇടവിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഇയാളെ ഒരു നിരന്തരം ഇതിൽ നിന്ന് വേട്ടയാടുന്ന രീതിയിൽ അയാളടുത്ത് ആ അടിക്കുന്ന ഉദ്യോഗസ്ഥൻ്റെ അടുത്ത് നമ്മളെ കൂടെ ഉള്ള 11 ആളുകളും പറഞ്ഞിട്ടുണ്ട്, സാറേ അവനെന്തോ ശരീരത്തിൻ്റെ നില വഷളാവുന്നുണ്ട് എന്നുള്ള രീതിയിൽ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. നിലവിൽ അന്വേഷണ സംഘം നിങ്ങളെ വിളിപ്പിച്ചിരുന്നോ? നിങ്ങളിൽ നിന്നും ഇത്തരം കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞോ? അതെ, തീർച്ചയായും. അതിപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഒരു 11:30 ക്രൈംബ്രാഞ്ചിൻ്റെ ഭാഗത്തുനിന്ന് വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവർ കുറച്ച് മൊഴികളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ബാക്കി കാര്യങ്ങളെന്തോ നാളെ ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്.
അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ നാളെ ഉണ്ടാവും തോന്നുന്നുണ്ട്. അത്രയും താമിർ ജിഫ്രി അതിക്രൂരമായ മർദ്ദനത്തിനിരയായിട്ടുണ്ടെന്ന ഗുരുതരമായ വെളിപ്പെടുത്തൽ, ദൃക്സാക്ഷികളുടെ ഗുരുതരമായ വെളിപ്പെടുത്തലാണ് ഈ ഒരു ഘട്ടത്തിൽ റിപ്പോർട്ടർ TV പുറത്തുവിടുന്നത്. അന്വേഷണ സംഘം കഴിഞ്ഞ 2 തവണയായി ഇവരിൽ നിന്നും മൊഴി ശേഖരിച്ചു കഴിഞ്ഞു. നിങ്ങൾ കണ്ടിരുന്നോ ഇങ്ങനെ ഈ ഒരു സമയം? ഞാൻ കണ്ടിരുന്നു. ഞാൻ ഇതിൽ ആദർശികമായിട്ട് ഇതിൽ പെട്ടുപോയ 12 ഒരാളാണ്. ഞാൻ എൻ്റെ സുഹൃത്തും കൂടി കുറ്റിപ്പുറത്തൊരു കല്യാണത്തിന് പോയി നാട്ടിൽ തിരിച്ചെത്തിയ സമയത്ത് ഈ ഫായിസ് എന്ന് പറയുന്ന ഒരു സുഹൃത്തുണ്ടായിരുന്നു നമ്മളെ ഈ താമിർ താമസിക്കുന്ന ബിൽഡിങ്ങിൽ. അവനൊരു അരപ്പയ്ക്ക് മിനി വീൽസ് വാങ്ങി വരുമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഞാൻ റൂമിലേക്ക് സിഗരറ്റ് വാങ്ങി കൊടുക്കാൻ വേണ്ടി അങ്ങനെ വന്നതാണ്. ഞാൻ കയറി ചെല്ലുന്ന സമയത്ത് തന്നെ എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ ഫോൺ വാങ്ങിയെടുത്ത് എന്നെ ചെവിക്കുറ്റി അടുക്കി 2 അടി അടിച്ചു. പിന്നെ എന്നെ ക്രൂരമായി അതിൻ്റെ ഉള്ളിലിട്ട് 3-4 പ്രാവശ്യം എന്നെ മർദ്ദിച്ചതിൻ്റെ ശേഷം ശബ്ദം ഉണ്ടാക്കി എന്തിനാ സാറേ എന്നെ അടിക്കാമെന്ന് ചോദിച്ചപ്പോൾ ഈ സംസാരിക്കേണ്ട, നിന്നെപ്പറ്റി എല്ലാം അന്വേഷിച്ച് വന്നതാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു സാറേ ഞാൻ എന്താ അന്വേഷിച്ചത്, ഞാൻ അങ്ങനെ ക്രൂരത ചെയ്യുന്ന ആളല്ല, എന്താ സാറ് വ്യക്തമാക്കി പറയണം എന്ന് പറഞ്ഞപ്പോൾ മിണ്ടാതെ ഇരിക്കടാ, അല്ലെങ്കിൽ എന്നെ അകത്ത് കാലാകാലം കെടുത്താനുള്ള വകുപ്പ് നമ്മൾ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ് പിന്നെ ഞാൻ എന്താ സംഗതി എന്ന് അറിയാത്തതുകൊണ്ട് ഭയപ്പെട്ട് ഞാൻ അവിടെ സംസാരിക്കാതെ നിന്നു. അതിനുശേഷം ഒരു 7-8 മണി ആവാൻ നേരം ആയപ്പോൾ ഞങ്ങളെ താഴത്തെ റൂമിൽ നിന്ന് മേലത്തെ താമിറിൻ്റെ റൂമിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ താമിർ ഷർട്ടൊന്നും ഇടാതെ ഒരു തുണി മാത്രം എടുത്ത് അവിടെ റൂമിലിരിക്കുകയാണ്. അവിടെ കൂടെ ഒരു 6 പേര്, ഒരു 5 പേര് വേറെ അവിടെ കസ്റ്റഡിയിലുണ്ട്. അപ്പോൾ അവിടെ നിന്നൊരു പോലീസുകാരൻ്റെ കയ്യിൽ മഫ്തിയിലാണ് അവരുണ്ടായിരുന്നത്. പോലീസാണെന്നുള്ളത് നമുക്ക് അതിന് ശേഷമാണ് മനസ്സിലാവുന്നത്. അവരുടെ കയ്യിൽ ഒരു ഇരുമ്പിൻ്റെ ഒരു വടി ഉണ്ടായിരുന്നു. പിന്നെ താമിറിൻ്റെ പുറത്ത് സിമെൻറ്റിൻ്റെ നമ്മളെ പെയിൻറ്റിൻ്റെ പൊടി ഉരഞ്ഞ് മായത്തെ ഒരു പുറത്ത് അടയാളങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം അവിടുന്ന് അവർ പറഞ്ഞു നിങ്ങൾ സഹകരിച്ച് നല്ലപോലെ നമ്മൾ കൂടെ വന്നാൽ നിങ്ങളെ നമുക്ക് ആവശ്യമില്ല, നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ എടുത്തിട്ട് നമ്മൾ എന്താക്കിക്കോളാം, നിങ്ങൾ ഒഴിവാക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ശബ്ദം ഉണ്ടാക്കുക പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ എല്ലാവരും പ്രതിയാക്കാനുള്ള സാധനം ഞങ്ങളുടെ കയ്യിലുണ്ട്, നമ്മൾ നിങ്ങളെ മേത്ത് വെച്ച് പിടിപ്പിച്ച് നിങ്ങളെ പ്രതികളാക്കുമെന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് ഈ മയക്കുമരുന്നിൻ്റെ കേസുമായിട്ട് ബന്ധമില്ലാത്തതുകൊണ്ടും ഇതിനെപ്പറ്റിയുള്ള ചിന്തകളും എം ഡി എമ്മിനെ പറ്റിയുള്ള കേസുകളെല്ലാം നമ്മൾ കേട്ടു വൈകിയുള്ളൊരു ഭയത്തിനെ കൊണ്ട് ഞാനൊന്നും സംസാരിച്ചില്ല. അങ്ങനെ അവിടുന്ന് നമ്മൾ 3 കാറിൽ, എൻ്റെ കാറടക്കം 3 കാറിലായിട്ട് ഞാൻ എൻ്റെ വൈഫിൻ്റെ പ്രഗ്നൻറ്റ് ആവശ്യത്തിനായിട്ട് ഒരു റെൻറ്റ് കാർ എടുത്തിരുന്നു. ആ കാറിലടക്കം ഒരു വന്ന ഷിഫ്റ്റ് കാറടക്കം 3 കാറിലായിട്ട് ഞങ്ങളെ ചേളാരിയിൽ നിന്നും ചെട്ടിപ്പടി റൂട്ട് വഴി ഉള്ളാണം വഴി കയറിയിട്ട് നമ്മളെ ഈ ചെമ്പ്രവട്ടം ഗേറ്റ് പാസ് ചെയ്ത് അവർ താന്നൂർ സ്റ്റേഷനിലേക്കാണെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ മുന്നേ സ്റ്റേഷനിലേക്ക് പോകാത്തതുകൊണ്ട് സ്റ്റേഷനാണെന്ന് അറിയില്ല. അവിടെ എത്തിയപ്പോൾ ഒരു ഉപയോഗിക്കാതെ കിടക്കുന്ന ഒരു കുറേ വാഹനങ്ങളൊക്കെ പൊളിക്കാനിട്ട് ഒരു സ്ഥലത്തിനുള്ളിൽ കോട്ടേഴ്സ് ഉണ്ടായിരുന്നു. അവിടെ അതിൻ്റെ ഉള്ളിൽ കയറുന്ന വരെ നമ്മൾ ലൈറ്റൊന്നും ഇടാതെ എല്ലാവരും കയറ്റി എല്ലാവരും നിലത്തിരിക്കാൻ പറഞ്ഞു. ഞാൻ നിലത്തിരുന്നതിന് ശേഷം ഒരു ലൈറ്റ് ഇട്ടു. ലൈറ്റ് ഇട്ടതിന് ശേഷം എല്ലാവരും ഫോണും കാര്യങ്ങളൊക്കെ ഓൾറെഡി വാങ്ങി വെച്ചിരുന്നു. പിന്നെ നിങ്ങളുടെ കയ്യിൽ എന്താ ഉള്ളതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു സാറ് എൻ്റെ കയ്യിലുള്ള പേഴ്സും കാര്യമൊക്കെ തന്നു പറഞ്ഞു. ബാക്കിയുള്ളവരുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ ഒരു വാങ്ങി വെച്ചു. ഈ സമയം വരെ ഇവരെ കയ്യിൽ നിന്ന് ആരെ കയ്യിൽ നിന്ന് എൻ്റെ കയ്യിൽ നിന്ന് ഉൾപ്പെടെ എൻ്റെ വാഹനം ചെക്ക് ചെയ്തിട്ടോ MDMA എന്ന സാധനം ആരെ കയ്യിൽ നിന്നും കിട്ടിയതായിട്ടോ അല്ലെങ്കിൽ പിടിച്ചെടുക്കുന്നതായിട്ടോ ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ കൂടെ ഉള്ളവരാരും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ തിരിച്ച് നമ്മൾ റിട്ടേൺ വിട്ട സമയത്ത് നമ്മൾ 7 പേര് സംസാരിച്ചപ്പോൾ അങ്ങനെ ആരെ കയ്യിൽ നിന്ന് കിട്ടിയതായിട്ടുള്ള ഒരു സംസാരം ഉണ്ടായിട്ടില്ല. അങ്ങനെ ഇവർ 3-4 പ്രാവശ്യം നമ്മളെ മുന്നിൽ താമിർ കൈ വേദനിക്കുമെന്ന് പറഞ്ഞ് ഹാൻഡിക്കാപ്പെട്ടുകൊണ്ട് കൈ വേദനിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇവനെ എന്തോ സംസാരിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഇവനെ ഫസ്റ്റ് കാല് നീട്ടി വെക്കാൻ പറഞ്ഞു. ഒരു 4 പ്രാവശ്യം ലാത്തി കൊണ്ട് അതിക്രൂരമായിട്ട് അടിക്കുന്നത്. ഞാനൊരു ഇറച്ചിപ്പണിക്കാരനാണ്, എന്നാൽ പോലും എനിക്കത് കണ്ടിട്ട് സഹിക്കാൻ കഴിയില്ല. കാരണം നമ്മൾ മൃഗങ്ങളെ പോലെ അങ്ങനെ അടിക്കുന്നത് ഞാൻ ചെയ്യാത്ത ആളാണ്. അതുപോലും കഴിക്കില്ല. അത്രയും കാലിൻ്റെ അടി, പ്രസവിച്ച കുട്ടീൻ്റെ കാല് ആവുന്ന രൂപത്തിൽ ചുവന്ന് തുടിച്ചിരുന്നു. അവർക്ക് നിൽക്കാൻ പോലും വയ്യ. അതിന് ശേഷം ഇവർ വേറെ എന്തൊക്കെയോ ഫോണിൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നോക്കി ഇവർ പുറത്ത് പോയി ഒരു ഓഫീസറോട്, വലിയൊരു ഓഫീസർ വന്നതിന് ശേഷം ഇവരെല്ലാവരും റെസ്പെക്റ്റ് ചെയ്തതിന് ശേഷം അവനെ ബാത്റൂമിലേക്ക് കൊണ്ടുപോയി. നമ്മളൊക്കെ മർദ്ദിച്ചത് ഒരു കറുത്തിട്ട് ഒരു സാറാണ്. ആ സാറെ പേര് എനിക്കറിയില്ല. ആ സാറാണ് എൻ്റെ സുഹൃത്തെ, എൻ്റെ കൂടെ വന്നൊരു സുഹൃത്തുണ്ടായിരുന്നു കല്യാണത്തിന്. ഓൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണത്തിനാണ് കുറ്റിപ്പുറത്ത് പോയത്. ഓൻ്റെ അടിക്കാൻ വേണ്ടി പോയി. ഞാൻ പറഞ്ഞു സാറ് ഓനെ അറ്റാക്കിൻ്റെ വേദന വന്ന ഒരാളാണ്, ഓനെ അടിക്കേണ്ടെന്ന് പറഞ്ഞപ്പോൾ ഓനക്കുള്ള അടി എനിക്ക് തരാമെന്ന് പറഞ്ഞ് എൻ്റെ കാല് നീട്ടി വെക്കാൻ പറഞ്ഞ് എൻ്റെ മടമ്പക്കാലിനെ ഒരു കാലിൻ്റെ ലാത്തി കൊണ്ട് അടിച്ച് കാലിൻ്റെ അടിയിൽ. 2 ദിവസം എനിക്ക് ബാത്റൂമിൽ ഇരിക്കാനോ നടക്കാനൊക്കെ വയ്യാത്ത ഭയങ്കര പ്രയാസം ഉണ്ടായിരുന്നു. പിന്നെ പോലീസുകാരെ ഹോസ്പിറ്റലിൽ പോയി കാണിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ കാരണം പറഞ്ഞ് പോലീസുകാരാണെന്ന് പറയുമ്പോൾ അതുകൊണ്ട് എനിക്ക് ഭാവിയിൽ ദോഷങ്ങൾ ഉണ്ടാവുമെന്ന് പേടിച്ച് ഞാൻ പുറത്ത് ആരോടും പറഞ്ഞിട്ടില്ല. പിന്നെ നമ്മളെ ഒരു 1:30 മണി, ഏകദേശം ഒരു രാത്രി 1:30 മണിയൊക്കെ ആവാൻ നേരത്ത് നമ്മളെ കയ്യിൽ നിന്നും എൻ്റെ കയ്യിൽ വിലങ്ങിട്ടിരുന്നു. ആ വിലങ്ങ് ഊരി ഇവരെ ബാക്കിയുള്ള 5 പേരെ ഈ ആബിദ്, കൊച്ചഹമ്മദ്, പിന്നെ താമിർ, പിന്നെ ജബീർ, പിന്നെ ഒരാളും 5 ആൾക്കാരെ ഇവർ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോയി. ഈ 5 ആൾക്കാരെ കസ്റ്റഡി ചെയ്ത് കൊണ്ടുപോയ ശേഷം നമ്മളോട് പറഞ്ഞ് അവിടെ ഇരിക്കാൻ പറഞ്ഞു. ഈ 5 ആൾക്കാർ കസ്റ്റഡി എടുത്ത് കൊണ്ടുപോകുന്നതിന് മുമ്പ് തന്നെ ഈ താമിറിനെ ഒരു 2 പ്രാവശ്യം ബാത്റൂമിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് ഇവനെ അടിച്ചാണ്.
അടിച്ച് ഇവന് പുറത്ത് വന്നപ്പോൾ വളരെ മറ്റേ വെപ്രാളും പോരാത്തതിന് വേർത്ത് ഒലിച്ച് ഇവന് നിൽക്കാൻ വയ്യ, ഒരു അവസ്മാരം ഇളകിയ ആളെ മാതിരി നിൽക്കാൻ കഴിയാതെ അവൻ കുഴഞ്ഞ് വീണ് അവനോട് സൈഡിൽ കിടക്കാൻ പറഞ്ഞപ്പോൾ നമ്മൾ കരഞ്ഞ് പറഞ്ഞു സാർ അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, എനിക്ക് നിൽക്കാൻ വയ്യാത്ത അവസ്ഥയാണ്, ഇങ്ങനെ നമ്മൾ മുന്നേ കണ്ടിട്ടില്ല, അപ്പോൾ ഒരു ലഹരി അടിച്ചിട്ട് അതിൻ്റെ അഡിക്റ്റിംഗ് ആണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സാറേ നമ്മളിതിന് മുന്നേ നമ്മൾ കാണുന്ന ആളാണ്, അതുകൊണ്ട് ഓൻ ഇങ്ങനെ ലഹരിക്ക് അടിമ ആണെന്നെങ്കിലും ആണോ എന്താ നമുക്കറിയില്ല, നമ്മൾ ഉപയോഗിക്കുന്നത് കണ്ടിട്ടില്ല, ഓനിങ്ങനെ കുഴഞ്ഞ് വീണതോ അല്ലെങ്കിൽ ഇങ്ങനെ വെപ്രാളോ നമ്മൾ കണ്ടിട്ടില്ല ഇതിന് മുമ്പും. ഓന് സാധാരണ എന്തെങ്കിലും ഇല്ല എന്നുണ്ടെങ്കിൽ കിടന്നുറങ്ങുന്ന ആളാണ്, അല്ലാതെ അങ്ങനെ ശബ്ദം ഉണ്ടാക്കാൻ വേദന പുറത്ത് കാണിക്കുന്ന ഒരു പ്രകൃതമല്ല, ഓന് കുറച്ച് ഗൗരവത്തിൽ നിൽക്കുന്ന ആളാണ്. ഇങ്ങനെ ഓന് കാണിക്കില്ല നമ്മൾ പറഞ്ഞപ്പോൾ ഒരു പരിഹാസത്തോടെ ചിരിക്കുക ചെയ്ത്. അതിന് ശേഷം 2 പ്രാവശ്യം ഒരു പുറത്ത് കൊണ്ടുപോയി വന്നപ്പോഴാണ് ഇവർ വളരെ കണ്ണൊക്കെ ചെറുതാവുകയും പിന്നെ കണ്ണ് കണ്ടിട്ട് മറയുകയും ചെയ്ത് ഇവന് വേർക്കലും ഇവന് വിറയലെല്ലാം വന്നു. അങ്ങനെ ഈ 1.5 മണിക്ക് ഇവനെ കസ്റ്റഡിയിലേക്ക് ഇവരെ എടുത്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞുകൊണ്ട് 5 പേരെ കൊണ്ടുപോകുമ്പോൾ ഈ താമിർ നിൽക്കാൻ വയ്യാതെ ആയ സമയത്ത് ഈ ആബിദ് എന്ന് പറഞ്ഞ ഒരു സുഹൃത്ത്, അവൻ്റെ കൂടെ ഉണ്ടായ സുഹൃത്ത് ഇവൻ്റെ കൈ പിടിച്ച് നീർത്തി പിടിച്ച് ഈ ഒച്ച ഉണ്ടാക്കേണ്ട ഇനി എനിക്ക് അടി കൊള്ളണം, നമുക്ക് കാണാൻ വയ്യാന്ന് പറഞ്ഞ് സങ്കടപ്പെട്ട് നമ്മൾ ആ സമയത്ത് കരച്ചിൽ വരുന്നുണ്ട്. പക്ഷെ നമ്മൾ ആ സമയത്ത് പ്രകടിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ കൂടെ പോകേണ്ടി വരും എന്നുള്ള ഭയം കൊണ്ട് എൻ്റെ ഭാര്യ പ്രഗ്നൻ്റ് ആണ്. പിന്നെ നമ്മളെ ആ സമയത്ത് ഓര് പറയുന്നതാണ് തെളിവ്. MDMA എന്ന കേസിനെ പറ്റിയുള്ള ഗൗരവം നമ്മൾ ടി വിയിലും ഇതിലൊക്കെ കാണുകൊണ്ട് നമ്മൾ പ്രതികരിക്കാൻ നിന്നില്ല. നമ്മളൊരു 5:30-6 മണിയാവാൻ സമയത്ത് എൻ്റെ വണ്ടിയിൽ 7 ആൾക്കാരും കയറ്റിങ്ങാണ്ട് വണ്ടി ഒരു കൊണ്ടുവന്ന് നിർത്തിയിട്ട് ആ സ്പെഷ്യലിൽ നിർത്തിയാണ്ട് ഇനി സ്പെഷ്യലിൽ വണ്ടി കയറിയാൽ മതി എന്ന് പറഞ്ഞാൽ ആ സ്പെഷ്യലിൽ വണ്ടി കയറി. അവിടെ നമ്മൾ 7 ആൾക്കൂടി നമ്മൾ പുറത്ത് വരുന്ന സമയത്ത് നമ്മളോട് പറഞ്ഞു ഫോൺ ഇവിടുന്ന് ആരും ഉപയോഗിക്കരുത്, പുറത്ത് പോയതിന് ശേഷം ഫോൺ ഉപയോഗിച്ചാൽ മതി എന്ന് പറഞ്ഞു. അതിന് ശേഷം നമ്മൾ പുറത്ത് വന്നു. നമ്മൾ പൂരപ്പുഴ കഴിഞ്ഞ ശേഷം ഒരു സംഘം എന്ന് പറഞ്ഞ ഒരു തട്ടുകടയിൽ ചെന്ന് ചായ കുടിച്ച് അവിടെ നിന്നും ചേളാരി ഈ കോട്ടേഴ്സിൻ്റെ അടുത്ത് വന്ന് ഇവരൊക്കെ വാഹനം എടുക്കാൻ വേണ്ടി അവിടെ കൊണ്ട് നിർത്തി എല്ലാവരും വാഹനത്തിലാക്കി വിട്ടു. പിന്നെ ഈ പുറത്ത് ആരും അറിയരുത് മാനക്കേടും കാര്യങ്ങളും ചിന്തിച്ച് ഞാൻ വീട്ടിൽ കയറി ഭാര്യനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടായിന്, നമ്മൾ നിരപരാധികളാണ്, നിങ്ങൾ ഇതിൻ്റെ വിഷയങ്ങൾ പുറത്ത് സംസാരിച്ചാൽ നിങ്ങളെ പ്രതികളാക്കുമെന്ന് ഭയപ്പെടുത്തിയാണ് നമ്മളെ വിട്ടത്, അതുകൊണ്ട് ഇത് ആരോടും പറയണ്ടെന്നുള്ള രീതിയിൽ ഞാൻ വീട്ടിൽ സംസാരിച്ച് ഞാൻ പുറത്തിറങ്ങി, ഞാൻ നാട്ടിൽ നിന്ന് കുറച്ച് അകന്ന് നിന്ന്. താമിറിനെ കേന്ദ്രീകരിച്ചായിരുന്നു കൂടുതൽ മർദ്ദനമുണ്ടായത്? ഇതിൽ താമിറിനും കൊച്ചു മുഹമ്മദിനെയാണ് നമ്മളെ മുന്നിൽ മർദ്ദനം ഉണ്ടായത്. ഈ കൊച്ചു മുഹമ്മദിനെ ഒരു 3 പ്രാവശ്യം ലാത്തിക്കൊണ്ട് കാലിൻ്റെ അടിയിൽ അടിച്ചാണ്. പിന്നെ ഞാൻ എൻ്റെ സുഹൃത്തിനെ അടിക്കരുതെന്ന് പറഞ്ഞാൽ അതിൻ്റെ കാലിൻ്റെ അടിയിൽ അടിച്ചു. പിന്നെ ഒരു താന്നൂരിൽ നിന്ന് വന്നൊരു പയ്യനുണ്ടായിരുന്നു, അവൻ്റെ കൂടെ സ്റ്റുഡൻറ്റും ഉണ്ടായിരുന്നു. ആ സ്റ്റുഡൻറ്റ് അവനെ റൂമിലേക്ക് വിളിച്ച് കയറ്റിയ സമയത്ത് പറയുന്നുണ്ട് ഞാനിതിൽ നിങ്ങൾ എന്തിനാ എന്നെ പിടിച്ച് കയറ്റുന്നു, ഞാൻ ഇതിൽ വന്ന ആളല്ലല്ലോ, നിങ്ങൾ എന്താണ് സംഭവം എന്ന് ചോദിച്ചിട്ട് ഒരു മറുപടി ഒന്നും പറയണില്ല. മിണ്ടാതിരുന്നാൽ എനിക്ക് തടി വേദന ആവില്ല, നല്ലപോലെ സഹകരിച്ച് എനിക്ക് പോയാണ്ട് റിട്ടേൺ വരാം എന്ന് പറഞ്ഞപ്പോൾ ആ പയ്യനെ അടിക്കാൻ വേണ്ടി പോയപ്പോൾ അവൻ്റെ കൂടെ ഉണ്ടായ പയ്യൻ പറഞ്ഞു സാറ് അവനെ അടിക്കണ്ട, ഇന്നെ അടിച്ചോളി. ഈ മർദ്ദനത്തിന്റെ സമയത്ത് താമിറിന് ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടു എന്ന് നിങ്ങൾ പറഞ്ഞു, ഉദ്യോഗസ്ഥനോട് പറഞ്ഞ സമയത്ത് വീണ്ടും മർദ്ദനം തുടർന്നു, അങ്ങനെയാണ്? അതിന് ശേഷം 3 പ്രാവശ്യം അവനെ മർദ്ദിച്ചിട്ടുണ്ട് സാറേ. അതിന് ശേഷമാണ് അവനെ 3 വട്ടം അതിക്രൂരമായിട്ട് മർദ്ദിച്ചത്. കുഴഞ്ഞു വീഴാറായ ആ ഒരു ഘട്ടത്തിലും മർദ്ദനം തുടർന്നു, അങ്ങനെ? ഈ ബാത്റൂമിൽ കൊണ്ടുപോയി വന്ന സമയത്ത് അവനക്ക് നിൽക്കാൻ വയ്യാതെ അവന് കുഴഞ്ഞ് അവനോട് കിടന്നോ എന്ന് പറഞ്ഞ സമയത്ത് അവന് കിടന്ന സ്ഥലത്ത് വിയർത്ത് ഓനാകെ വിറയൽ കുടുങ്ങി നിൽക്കുന്ന സമയത്താണ് നമ്മൾ കരഞ്ഞ് പറഞ്ഞത് സാറേ അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നത്. അതിന് ശേഷമാണ് 2 പ്രാവശ്യം പുറത്ത് കൊണ്ടുപോയിക്കാണ്ട് മർദ്ദിച്ച് 1 പ്രാവശ്യം ബാത്റൂമിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി മർദ്ദിച്ചത്. നിങ്ങൾ എന്താണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എന്താണ് മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഇതിന് ബന്ധപ്പെട്ട ഒരു മയക്കുമരുന്നുമായിട്ട് ബന്ധപ്പെട്ട ഒരാളല്ല. എൻ്റെ ഫീൽഡ് ഇറച്ചി ഫീൽഡാണ്. പിന്നെ ഞാൻ ഇപ്പം ചെറിയ സ്ക്രാപ്പിൻ്റെ പരിപാടികളും കാര്യങ്ങളായിട്ട് തുടക്കം കുറിച്ച് വെക്കുകയാണ്. ആ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഞാനടക്കമുള്ള നിരപരാധികളായ 12 പേരെ കൊണ്ടുപോയിട്ട് ഇവർ ഈ മയക്കുമരുന്ന് റാക്കറ്റ് പെട്ട ആൾക്കാരന്ന് വരുത്തി തീർക്കണം എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധിയോട് കൂടിയാണ് അവർ നമ്മളെ പിടിച്ചു വെച്ചത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഈ 12 പേരെ കയ്യിൽ നിന്നും മയക്കുമരുന്ന് കണ്ടെടുത്തത് നമ്മൾ കണ്ടിട്ടില്ല. നമ്മളെ കൺമുന്നിൽ കാണണമല്ലോ, അല്ലെങ്കിൽ ഇന്ന ആളെ കയ്യിൽ നിന്ന് കിട്ടിയെന്നുള്ളത് അവർ പറയണ്ടേ. എല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു സ്റ്റേഷനിൽ കൊണ്ടുപോകണം. ഒരു അന്വേഷണ സംഘം നിങ്ങളെ വിളിപ്പിച്ചോ, കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞോ? അന്വേഷണ സംഘം ക്രൈംബ്രാഞ്ച് കേസ് ഏറ്റെടുത്ത സമയത്ത് ക്രൈംബ്രാഞ്ച് എന്നെ വിളിച്ചു. എൻ്റെ വാഹനത്തിൽ വരെ റിട്ടേൺ കൊണ്ടുകൊണ്ട് പിന്നെ ഞാൻ ചേളാരി സ്വദേശി ആയതുകൊണ്ടും മറ്റേ ഈ താമിർ ജഫ്രിക്ക് ഹൈവേ പണി എടുക്കുന്ന സമയത്ത് റൂം നഷ്ടപ്പെട്ടപ്പോൾ എൻ്റെ കെയർ ഓഫിലാണ് എനിക്ക് റൂം എടുത്തു കൊടുത്തിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ബന്ധപ്പെട്ട് ഇന്നാണ് കൂടുതൽ ചോദ്യം ചെയ്യാൻ വിളിച്ചത്. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഈ വ്യക്തിക്ക് മറ്റേ ബന്ധമില്ലാത്തതുകൊണ്ട് ഓൻ എൻ്റെ കൂടെ വന്നതാണ്, എൻ്റെ കെയർ ഓഫിലാണ് അവൻ്റെ ബന്ധം എന്ന് പറഞ്ഞപ്പോൾ അവനായിട്ടുള്ള ക്വസ്റ്റ്യൻ കഴിഞ്ഞു. നിങ്ങൾ 7 പേരെ പറഞ്ഞു വിട്ടു, പുലർച്ചയോടെ പറഞ്ഞു വിട്ടു എന്നാണ് നിങ്ങൾ പറയുന്നത്. ഈ ഒരു സംഭവം താമിർ ജിഫ്രിയുടെ മരണത്തിന് ശേഷം നിങ്ങൾക്കറിയുന്ന ഒരു തരത്തിലുള്ള വിഷയങ്ങളും ഇനി പുറത്ത് പറയരുതെന്ന രീതിയിൽ മറ്റാരെങ്കിലും ഉദ്യോഗസ്ഥരോ അങ്ങനെ ആരെങ്കിലും നിങ്ങളെ ബന്ധപ്പെട്ടിരുന്നോ?
ഇല്ല, അതിനുശേഷം ആരും നമ്മൾ ബന്ധപ്പെട്ടിട്ടില്ല. അവിടുന്ന് വിടുന്ന സമയത്ത് ഇവിടെ നടന്ന സംഭവങ്ങൾ നിങ്ങൾ പുറത്ത് സംസാരിക്കേണ്ട. ഇവിടെ വന്നതോ പോയതോ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഞങ്ങളുടെ പേരിൽ നിലവിൽ കേസില്ല. അതുകൊണ്ട് നിങ്ങളിത് പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഈ കേസിൽ ഉൾപ്പെടും എന്നുള്ളൊരു ഭീഷണി രീതിയിലുള്ളൊരു സംസാരം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പുറത്ത് പറയാഞ്ഞത്. മരണപ്പെട്ട വിഷയം തന്നെ ഞങ്ങൾ അറിയണത് എൻ്റെ സുഹൃത്ത് ഞാൻ പുറത്തിരിക്കുന്ന സമയത്ത് ഒരു 9:30-10 മണി സമയത്ത് ഇങ്ങനെ മരണപ്പെട്ടാണ് എന്ന വിഷയം പറഞ്ഞപ്പോൾ നമ്മൾ ആകെ ഷോക്കായിപ്പോയി. കാരണം നമ്മളെ മുന്നിൽ നിന്ന് ആ സമയത്ത് അത്രയും അവസ്ഥയിൽ പോയതിന് ശേഷം ഓനെ പിന്നെ ഒരു ക്രൂരമായിട്ട് മർദ്ദിച്ചിട്ടുണ്ടാവുന്ന 100% ഉറപ്പാണ്. അതുതന്നെയാണ് മർദ്ദനം നേരിട്ട് കണ്ട ദൃക്സാക്ഷികളായ താമിറിന്റെ കൂടെയുണ്ടായിരുന്ന 12 അംഗത്തിൽപ്പെട്ട 2 വ്യക്തികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട 2 വെളിപ്പെടുത്തലുകളാണ് റിപ്പോർട്ടർ TV ഈ ഒരു ഘട്ടത്തിൽ പുറത്തുവിടുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട 2 ചോദ്യങ്ങളാണ് നിലനിൽക്കുന്നത്. ലഹരിക്കടത്ത് സംഘവുമായി ബന്ധപ്പെട്ടാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തതെങ്കിൽ എന്തുകൊണ്ടായിരിക്കാം 5 പേരെ മാത്രം പോലീസ് കസ്റ്റഡിയിൽ വെച്ചതിനു ശേഷം 7 പേരെ പറഞ്ഞുവിട്ടതെന്ന പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ഇവരിൽ നിന്നും കണ്ടെത്തിയ ലഹരി പദാർത്ഥം എവിടെയെന്ന പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യവും ഈ ഒരു വിഷയത്തിൽ നിലനിൽക്കുന്നുണ്ട്. തീർച്ചയായും ദുരൂഹതകൾ വരും ദിവസങ്ങളിൽ പുറത്തു വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. വീഡിയോ ജേർണലിസ്റ്റ് അബു താഹിറിനൊപ്പം റിപ്പോർട്ടർ മുബഷിർ പി അക്ബർ ഇൻ റിപ്പോർട്ടർ മലപ്പുറം.